വെൽക്കം ടു ആർക്കേസ് സ്റ്റോറീസ്. പറയാനിനിയും 30. പിന്നീട് 3 ദിവസങ്ങൾ കൂടി കഴിഞ്ഞതോടെ വിഭയെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. അതിനു മുന്നേ ഒരു ദിവസം വൈകുന്നേരം ജ്യോതിഷ് ഡോക്ടറും അഹല്യ മാഡവും കൂടി അവളെ കാണാൻ ചെന്നിരുന്നു. ഡിസ്ചാർജ് ആയാലും കുറച്ചു ദിവസം കൂടി റെസ്റ്റ് എടുത്ത ശേഷം ക്ലിനിക്കിലേക്ക് ചെന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ നേരം അഹല്യ മാഡം കുറച്ച് കാശ് അവളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. അവളത് സ്നേഹപൂർവ്വം നിരസിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ നിർബന്ധിച്ച് അതവൾക്ക് കൊടുത്തിട്ടാണ് യാത്ര പറഞ്ഞിറങ്ങിയത്. ഡിസ്ചാർജ് ചെയ്ത ശേഷം നേരെ വീട്ടിലേക്ക് പോകാമെന്ന് രമച്ചിറ്റ പറഞ്ഞെങ്കിലും അങ്ങോട്ട് പോകുന്നതിൽ അവൾക്ക് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഇനിയും ഷാജി കുഞ്ഞിനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നതായിരുന്നു അവളുടെ തീരുമാനം. ചിറ്റ പിന്നെ അവളെ കൂടുതൽ നിർബന്ധിച്ചതുമില്ല. ഡോക്ടർ സോണി കാലത്തെ ഡിസ്ചാർജ് എഴുതിയെങ്കിലും എല്ലാം ക്ലിയർ ചെയ്ത് ബില്ല് കിട്ടിയപ്പോഴേക്കും 3 മണി കഴിഞ്ഞിരുന്നു. വിഭ ഏൽപ്പിച്ച ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് സുദേവ് തന്നെയാണ് ബില്ലുകൾ അടച്ചതും തുടർന്ന് കഴിക്കാനുള്ള മരുന്നുകളെല്ലാം വാങ്ങിയതും. ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങാൻ നേരം മാധവിയമ്മയും രമച്ചിറ്റയും ഉണ്ടായിരുന്നു. മാധവിയമ്മയ്ക്ക് പറഞ്ഞിരുന്നതിലും അല്പം കൂടി കാശ് കൂടുതൽ കൊടുത്തിട്ടാണ് വിഭ അവരെ യാത്രയാക്കിയത്. ലക്ഷ്മി മോളെ കാണാൻ ഇടയ്ക്ക് വരാമെന്നും അവൾ മാധവിയമ്മയോട് പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവൾക്ക് അവരോട് നല്ലൊരു അടുപ്പം വന്നിരുന്നു. വിഭയെ തിരികെ ഹോസ്റ്റലിൽ ആക്കിയ ശേഷം എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ പറഞ്ഞിട്ടാണ് സുദേവും ഇറങ്ങിയത്. യാത്ര പറഞ്ഞിട്ട് താഴേക്കിറങ്ങി കാറിൽ കയറുന്നവൻ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് പറിച്ചെറിയാനാവാത്ത വിധം ഉള്ളിൽ വേരുറപ്പിച്ചെന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഫസ്റ്റ് ഫ്ലോറിലെ ആ കൈവരിയിൽ പിടിച്ച് അവൾ താഴേക്കും നോക്കി നിന്നു. മുന്നോട്ടു നീങ്ങിയ കാറിനകത്തിരുന്ന് കൈവീശി കാണിച്ച സുദേവിനെ അവളും തിരികെ കൈവീശി കാട്ടി. വളവ് തിരിഞ്ഞ് അകലെ മറഞ്ഞ ആ കാറിൽ നിന്നും ഹൃദയം തിരികെ എടുക്കാൻ മറന്നവളെ പോലെ അവൾ ചലനമറ്റു നിന്നു. ഹൃദയം നഷ്ടപ്പെട്ടതിന്റെ വേദന അറിഞ്ഞതുപോലെ കണ്ണുകളപ്പോൾ പെയ്യാനും തുടങ്ങി. കുറച്ചു ദിവസങ്ങൾ റെസ്റ്റ് എടുക്കാൻ എല്ലാവരും പറഞ്ഞെങ്കിലും തനിയെ ഇരുന്നതോടെ 2 ദിവസത്തിനുള്ളിൽ തന്നെ അവൾക്കും മടുത്തു. കാലത്ത് ആശ്രയ ക്ലിനിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പകലുകൾ വിരസങ്ങളാണ്. സുദേവ് കാലത്തും വൈകിട്ടും വിളിച്ച് അന്വേഷിക്കാറുണ്ടെങ്കിലും പകൽ സമയങ്ങളിൽ അവനും ഓട്ടത്തിലായിരിക്കും. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ആകെ ബോറടിച്ച് വട്ടായി മുകളിലെ വരാന്തയിലിരിക്കുന്ന സമയത്താണ് വട്ട് മൂപ്പിച്ച് ഭ്രാന്താക്കനെന്നതുപോലെ കയറി വരുന്ന വരുണിനെ അവൾ കണ്ടത്. ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറിയതും മുകളിലെ വരാന്തയിലിരിക്കുന്ന വിഭാവരിയെ കണ്ട് അവൻ നേരെ മുകളിലേക്ക് കയറി വന്നു. സോറി വന്ന ഉടനെ പറഞ്ഞിട്ട് അവൻ വിഭാവരിക്കെതിരെയുള്ള കസേരയിലേക്കിരുന്നു. എന്തിനാ ഇപ്പോ സോറി? മുഖം ചുളിച്ചവൾ ചോദിച്ചു. എടീ, ഞാനന്ന് ഹോസ്പിറ്റലിൽ വെച്ചേ അല്പം ഇൻഡിഫറന്റ് ആയിട്ട് പെരുമാറിയില്ലേ, അതിപ്പോ ഒരു പുതിയ കാര്യമൊന്നുമല്ലല്ലോ. അല്ല, ഞാൻ അറിയാൻ വയ്യ എന്നിട്ട് ചോദിക്കുക. നിനക്ക് തന്നെയാണോ പണി? പഠിക്കുന്ന സമയത്തൊന്നും ഇങ്ങനൊരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. അത് പിന്നെ എന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ നിനക്കറിയില്ലേ വിപേ? എന്തേ ഇപ്പൊ നിനക്ക് തലക്ക് സുഖയില്ലേ? അവൾക്ക് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. ഒന്ന് പോയേടി, ഇടി നിന്നോട് ഇഷ്ടം തോന്നിയ പിന്നെയാ ഇങ്ങനെയൊക്കെ ആയത്. അത് കേട്ടതും അവൾ കസേരയിൽ അല്പമൊന്ന് മുന്നോട്ട് കയറിയിരുന്നിട്ട് അവനെ നോക്കി. എടാ, ഇഷ്ടം തോന്നിയ ഉടനെ തലക്ക് വെളിവില്ലാത്ത പോലെ പെരുമാറുന്നതല്ല യഥാർത്ഥ സ്നേഹം. സ്നേഹിക്കുന്ന ആളെ ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ. ഞാൻ ഇന്നു മുതൽ നന്നാകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓ, വേണോന്നില്ല, നീ അങ്ങനെ ബുദ്ധിമുട്ടണ്ട. അവൾ തിരികെ കസേരയിലേക്ക് ചാരി. അതെന്താടി നീ ഒരുമാതിരി കളിയാക്കുന്നത് പോലെ? കളിയാക്കിയതല്ല, കാര്യം പറഞ്ഞതാ. എന്റെ അവസ്ഥ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ. ഊവ്, അത് മനസ്സിലാക്കിയിട്ടാണല്ലോ ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടതും. മാത്രമല്ല, ഞാൻ ഇക്കാര്യം വീട്ടിലും പറഞ്ഞു. നിനക്കെന്താ ഭ്രാന്താണോ വരുൺ? ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് താല്പര്യമില്ലെന്ന്. അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി. അവൻ മറുപടിയൊന്നും പറയാതെ പുറത്തേക്കും നോക്കിയിരുന്നു. അല്പനേരം നിശബ്ദയായിരുന്നിട്ട് അവൾ വീണ്ടും ചോദിച്ചു. ഞാൻ ഡിവോഴ്സായി നിൽക്കുകയാണെന്ന് നീ വീട്ടിൽ പറഞ്ഞോ? അവൻ മുഖം തിരിച്ച് അവൾക്ക് നേരെ നോക്കിയിട്ട് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞില്ല. പിന്നെ? അതൊക്കെ സാവധാനം പറയാലോ. അവന്റെ ആ മറുപടി കേട്ടതും അവൾ മുഖം കനപ്പിച്ച് അവനെ നോക്കി. വരുണ, ഇതാണ് ഞാൻ പറയുന്നത്. നീ എല്ലാ കാര്യങ്ങളും ചിന്തിക്കാതെയാണ് സംസാരിക്കുന്നതെന്ന്.
ഇടി ആദ്യം അവര് നിന്നെ വന്നൊന്ന് കാണട്ടെ. നിന്നെ കണ്ടാൽ ആർക്കാ ഇഷ്ടപ്പെടാത്തത്? എടാ, ഇത് സൗന്ദര്യ മത്സരമല്ല, വിവാഹകാര്യമാണ്. ഒന്നാമത് എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതാ. അത് കേൾക്കാതെയാ നീ ഇപ്പോൾ നിന്റെ വീട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. അതും എന്നെക്കുറിച്ചുള്ള യഥാർത്ഥ കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട്. നീ എന്റെ നല്ലൊരു സുഹൃത്തായത് കൊണ്ട് മാത്രമാ ഞാനിപ്പോ കൂടുതലൊന്നും നിന്നോട് പറയാത്തത്. അറിയാം, നീ കൂടുതലൊന്നും പറയണ്ട. നിന്റെ ഡിവോഴ്സ് സാങ്ഷൻ ആയി കഴിയുമ്പോ അവരൊരു ദിവസം വരും നിന്നെ കാണാൻ. അതും പറഞ്ഞവൻ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ ധൃതിയിൽ താഴേക്കിറങ്ങി ബൈക്കിൽ കയറി ഓടിച്ചുപോയി. അവന്റെ ബൈക്ക് അകലെ മറഞ്ഞു കഴിഞ്ഞിട്ടും എന്ത് ചെയ്യണമെന്നറിയാതെ അസ്വസ്ഥത നിറഞ്ഞ മനസ്സുമായി അവൾ അവിടെ തന്നെ ഇരുന്നു. വൈകുന്നേരം ആശ്രയ ക്ലിനിക്കിൽ നിന്നും തിരികെ എത്തിയപ്പോഴും വിഭ അതേ ഇരിപ്പായിരുന്നു. എന്ത് പറ്റി വിഭക്കുട്ടി? കണ്ണേറ് കിട്ടാതിരിക്കാൻ വെച്ചിരിക്കുന്ന കോലം കണക്കിരിക്കുന്നേ? അവളുടെ കവളിലൊന്ന് കിള്ളിക്കൊണ്ട് ആശ്രയ ചോദിച്ചതും അവളുടെ കൈ തട്ടിമാറ്റി വിഭ എഴുന്നേറ്റ് അകത്തേക്കു നടന്നു. എന്താടി പ്രശ്നം? റൂമിൽ കയറി ബാഗ് വെച്ചിട്ട് ആശ്രയ വീണ്ടും ചോദിച്ചു. ആ വരുൺ, അവൻ വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയോ? പ്രശ്നമൊന്നുമല്ലടി, പക്ഷെ അവൻ പോയി അവന്റെ വീട്ടുകാരോട് പറഞ്ഞെന്നേ. വിവാഹകാര്യമോ? വിഭ തല കുലുക്കി. എന്നിട്ടൊന്നുമില്ല. അവൻ അവരെയും കൂട്ടി ഒരു ദിവസം വരുമെന്നും പറഞ്ഞാ പോയത്. ഇടി, ഇതേ താല്പര്യമില്ലെങ്കിൽ നീ അവനോട് കട്ടാൻ ഡ്രൈ ആയിട്ടൊരു നോ പറയും. ഇല്ല, ഇത് കൂടുതൽ വഷളാകും കേട്ടോ. എടി, അവൻ നല്ലൊരു ഫ്രണ്ടാ. ആ ഫ്രണ്ട്ഷിപ്പ് കളയാൻ എനിക്ക് താല്പര്യവുമില്ല. അതുകൊണ്ടാ ഞാനിങ്ങനെ മടിച്ചു നിൽക്കുന്നത്. നോക്കു വിഭ, പലപ്പോഴും നമുക്കുള്ള പ്രശ്നം ഇതാ. നോ പറയേണ്ടടുത്ത് നോ പറയാൻ നമുക്ക് പലർക്കും അറിയില്ല. അവൻ നല്ലൊരു ഫ്രണ്ട് ആയിരുന്നെങ്കിൽ നിന്റെ താല്പര്യമില്ലായ്മ മനസ്സിലാക്കി അതനുസരിച്ച് അവൻ പെരുമാറിയേനെ. ഇതിപ്പോ നിനക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെയും അവൻ മാറുന്നില്ലെങ്കിൽ ഐ വാൺ യു, ദിസ് മേ ബിക്കം ടോക്സിക്. ഏയ്, അവൻ അങ്ങനെ ഒരു പ്രശ്നക്കാരനൊന്നുമല്ല. എന്തായാലും ഇനി ഒരു മൂവ് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ അവനോട് ശക്തമായി തന്നെ പറയാം. ഗുഡ്, എന്നാ ഞാൻ പോയിന്ന് കുളിച്ചിട്ട് വരാം. അത് കഴിഞ്ഞ് നമുക്ക് ചായ പിടിക്കാൻ പോട്ടോ. ഒരിക്കൽ കൂടി അവളുടെ കവളത്തൊന്ന് കിള്ളി വലിച്ചിട്ട് മാറാനുള്ള ഡ്രസ്സും തോർത്തുമെടുത്ത് ആശ്രയ വാഷ്റൂമിലേക്ക് കയറി. 2 ദിവസം കൂടി ലീവ് എടുത്തിട്ട് തിങ്കളാഴ്ച മുതൽ വിഭ ജോലിക്ക് പോയി തുടങ്ങി. വൈകുന്നേരങ്ങളിൽ പലപ്പോഴും ആശ്രയ ശ്രീഹരിക്കൊപ്പം കറങ്ങാൻ പോകുന്നത് കൊണ്ട് വിഭ അപ്പോഴൊക്കെ ഒറ്റപ്പെട്ടു. സുദേവിനോട് തോന്നിയ അടുപ്പം ആരും അറിയാതെ അവൾ ഉള്ളിൽ സൂക്ഷിച്ചെങ്കിലും അവനെ കുറിച്ചോർത്ത് അവൾ നെയ്തുകൂട്ടുന്ന സ്വപ്നങ്ങളുടെ വേരുകൾ ഹൃദയത്തിൽ നിന്നും നാഡീഞരമ്പുകളിലേക്കും പടർന്ന് അവളിൽ നിറഞ്ഞു നിന്നു. എന്നാൽ മിക്ക ദിവസങ്ങളിലും വിളിച്ച് അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന സുദേവിന്റെ വാക്കുകളിൽ വാത്സല്യം മാത്രമേ അവൾക്ക് കണ്ടെത്താൻ സാധിച്ചുള്ളൂ. അവൾ ആഗ്രഹിക്കുന്ന വിധത്തിലൊരു താല്പര്യം അവന്റെ ഉള്ളിലുണ്ടോ എന്ന കാര്യത്തിൽ അവൾക്ക് സംശയമായിരുന്നു. പ്രണയം ആ മനസ്സിലേൽപ്പിച്ച മുറിവിന് ഒരു താലിച്ചരടിന്റെ ബന്ധം മാത്രമുള്ള കിരൺ തന്നിലേൽപ്പിച്ച മുറിവിനേക്കാൾ ആഴവും വേദനയും ഉണ്ടെന്നവൾ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കിടയിലെ മതിൽ കടന്ന് അപ്പുറം ചെല്ലാൻ അവളും മടിച്ചു നിന്നു. ദിവസങ്ങൾക്ക് വല്ലാത്ത വേഗതയായിരുന്നു. വിഭയുടെ ലാസ്റ്റ് ഹിയറിങ്ങിനുള്ള ദിവസവും ഓടിയെടുത്തു. ജൂൺ 10-ാം തീയതി കാലത്ത് ചിത്തയോടും വക്കീലിനോടുമൊപ്പം സുദേവിന്റെ കാറിൽ കോടതിയിലേക്ക് യാത്ര തിരിക്കുമ്പോൾ മനസ്സിനെ പോലും വരിഞ്ഞു മുറുക്കിയിരുന്ന ചങ്ങലക്കെട്ടിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നതിന്റെ ആഹ്ലാദമായിരുന്നു അവളുടെ മനസ്സ് നിറയെ. വക്കീലിനോട് സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നവനിലായിരുന്നു അവളുടെ ശ്രദ്ധ മുഴുവനും. ഇതൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ മാഷേ. ഭൂമിയിലെ രേഷ്മമാര് മാത്രമല്ല, വിഭക്കുട്ടികൾ ഉണ്ടെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് തരുന്നുണ്ട് കേട്ടോ. സീറ്റിലേക്ക് ചാരിയിരുന്ന് മെല്ലെ കണ്ണുകളടക്കുമ്പോൾ അവളുടെ ചുണ്ടിലൊരു നറുചിരി നിറഞ്ഞിരുന്നു. കോടതിയിലെത്തിയപ്പോൾ കിരണും അമ്മയും അവരുടെ വക്കീൽ ഷീലാരത്നവും കോടതിക്ക് മുന്നിൽ അവരെയും കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവരെത്തി കാറ് നിർത്തി പുറത്തേക്കിറങ്ങിയ ഉടനെ അടുത്തേക്ക് വന്ന ഷീലാരത്നം ജിനീഷ് പോളിനെ മാറ്റി നിർത്തി എന്തോ സംസാരിച്ചു. അവർ തമ്മിൽ സംസാരിക്കുന്ന ഭാവങ്ങളും ആംഗ്യങ്ങളും ശ്രദ്ധിച്ച സുദേവിന് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. അവൻ പണി പറ്റിച്ചല്ലോ വിഭാവരി. അടുത്തേക്ക് വന്ന വക്കീൽ പറഞ്ഞത് കേട്ട് കാര്യം മനസ്സിലാവാതെ വിഭയും ചിറ്റയും സുദേവും വക്കീലിനെ നോക്കി. എന്താ പ്രശ്നം വക്കീലേ? എന്തോ പ്രശ്നമുണ്ടെന്ന് നേരത്തെ തന്നെ മനസ്സിലായ സുദേവാണ് ചോദിച്ചത്. അവർക്ക്
ആ 4 പവൻ ശരിയാക്കാനുള്ള കാശ് കിട്ടിയില്ലത്രേ. അയ്യോ, ഇനിയിപ്പോ എന്തു ചെയ്യും? ചിറ്റ പരിഭ്രമത്തോടെ ചോദിച്ചു. ഇന്നിന് ഹിയറിങ്ങിന് കയറാൻ പറ്റില്ല. സ്വർണം കിട്ടാതെ നമ്മൾ ഡിവോഴ്സിന് സമ്മതിച്ചാൽ പിന്നെ ആ സ്വർണം കിട്ടിയെന്ന് വരില്ല. ഉള്ളിലുയർന്ന കരച്ചിൽ തടയാൻ ശ്രമിച്ചുകൊണ്ട് വിഭ വാ പൊത്തിയെങ്കിലും പുറത്തേക്ക് തെറിച്ച ആ വേദനയുടെ ചീളുകൾ കാതിൽ പതിച്ചതും അസ്വസ്ഥമായ മനസ്സിനെ അടക്കി നിർത്താനെന്നോണം സുദേവ് നെറ്റിയിൽ വിരലുകൾ ഓടിച്ചു. ചിറ്റ തളർച്ചയോടെ കാറിലേക്ക് ചാരി. അവനത് മനഃപൂർവ്വം ചെയ്തതാ അല്ലേ വക്കീലെ? സുദേവ് ചോദിച്ചു. ആവാം. ഇന്ന് സ്വർണം കിട്ടിയില്ലെങ്കിൽ നമ്മൾ കോടതിയിൽ കയറില്ലെന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം കേസ് തള്ളി നീക്കാൻ ശ്രമിച്ചതാകാം. ആ സ്വർണം അങ്ങ് വേണ്ടെന്ന് വെച്ചാലോ? സുദേവ് പറഞ്ഞത് കേട്ട് ചിറ്റയും വിഭയും അവനെ നോക്കി. 4 പവനല്ലേ അവനിനി ബാക്കി തരാനുള്ളത്? അതെ. ചിറ്റ തലകുലുക്കി. അത് പിന്നെ തന്നാൽ മതിയെന്ന് നമ്മൾ പറയുന്നു. എന്നിട്ട് കോടതിയിൽ കയറി ഡിവോഴ്സിന് സമ്മതം നൽകുന്നു. സുദേവ് പറഞ്ഞിട്ട് ചിറ്റയെയും വിഭയെയും വക്കീലിനെയും നോക്കി. അങ്ങനെ പറഞ്ഞാൽ ഡിവോഴ്സ് ഇന്ന് സാങ്ഷൻ ആകും. പക്ഷെ പിന്നെ ആ 4 പവൻ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. 4 പവൻ എന്ന് പറഞ്ഞാല് ഏകദേശം 2.5 ലക്ഷം രൂപക്ക് അടുത്ത് വരും. അത് മാത്രമല്ല, നമ്മൾ അവനെതിരെ കൊടുത്തിരിക്കുന്ന കേസ് പിൻവലിക്കാതെ അവൻ കോടതിയിൽ കയറുകയുമില്ല. വക്കീൽ അവരെ കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. വക്കീലേ, 2.5 ലക്ഷം രൂപയാണോ വലുത്, അതോ ജീവിതമാണോ? സുദേവിന്റെ ചോദ്യത്തിന് വക്കീലിന് മറുപടി ഉണ്ടായിരുന്നില്ല. ആ സ്വർണം വേണ്ട ചിറ്റെ. അതിലും വലുതാ എനിക്ക് അവനിൽ നിന്നുള്ള മോചനം. സുദേവിന്റെ നിലപാട് കേട്ടതും അതു മതിയെന്ന് വിഭയും തീരുമാനിച്ചു. പിന്നെ കേസിന്റെ കാര്യം, അതിപ്പോ നമ്മൾ പിൻവലിച്ചാലും പുതിയൊരു പെറ്റീഷൻ എഴുതി സ്റ്റേഷനിൽ കൊടുക്കാനാണോ പാട്? അതുകൊണ്ട് വക്കീൽ അത് വിട്. ആ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഐഡിയ കൊള്ളാം. താനെന്റെ ജോലി കളയോടോ? വക്കീൽ തമാശയോടെ സുദേവിനോട് ചോദിക്കുന്നത് കേട്ട് വിഷമിച്ചു നിൽക്കുകയായിരുന്ന വിഭാവരിയുടെ മുഖത്തും ഒരു ചിരി നിറഞ്ഞു. എന്നാ പിന്നെ അങ്ങനെ തന്നെ പറയാ അല്ലേ? അപ്പോ പിന്നെ അവർക്കൊന്നും പറയാനുണ്ടാകില്ല. ഡിവോഴ്സ് ഇന്ന് സാങ്ഷൻ ആവുകയും ചെയ്യും. ഒരു ഉറപ്പിനെന്നോണം വക്കീൽ അവരോട് വീണ്ടും ചോദിച്ചു. ഒരു മിനിറ്റ്, ഞാനൊന്ന് സരോജിനി ചിറ്റയോടൊന്ന് ചോദിച്ചേക്കട്ടെ. ഇവളുടെ സ്വർണം വാങ്ങാൻ അവരും കുറെ കാശ് തന്നതാണേ. രമച്ചിറ്റ പറഞ്ഞത് കേട്ട് വിഭാവരിയുടെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യമറിഞ്ഞാൽ അവരെന്തു പറയുമെന്നതായിരുന്നു അവളുടെ പേടി. അവൾ ആലോചിച്ചു നിൽക്കുന്നതിനിടയിൽ രമച്ചിറ്റ സരോജിനി അമ്മയെ ഫോണിൽ വിളിച്ചു. അങ്ങേ തലക്കൽ ഫോൺ കണക്റ്റായതും രമ ഫോൺ സ്പീക്കറിലേക്ക് ഇട്ടിട്ട് അവരോട് കാര്യം വിശദീകരിച്ചു പറഞ്ഞു. അല്പനേരത്തേക്ക് അപ്പുറം നിശബ്ദമായിരുന്നു. എന്നിട്ട് നീ പറയുന്നത് ആ സ്വർണമങ്ങ് വേണ്ടെന്ന് വെക്കാനാണോ? സരോജിനി അമ്മയുടെ ശബ്ദം ഫോണിൽ നിന്നും ഉയർന്നതും വിഭ ഭയത്തോടെ ചിറ്റയെ നോക്കി. അങ്ങനെയല്ല ചിറ്റെ, സ്വർണം നമുക്ക് പിന്നെ മേടിക്കാം. രമച്ചിറ്റ മറുപടി കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞാലേ നീ പോയി മേടിക്കുമോ പിന്നെ ആ സ്വർണം? ആട്ടെ, അവളെന്താ പറയുന്നത്? അവൾക്ക് അവന്റെ അടുത്ത് നിന്ന് ഡിവോഴ്സ് കിട്ടാനല്ലേ ആഗ്രഹം? അതായത് അവൾ ആ സ്വർണം വേണ്ടെന്ന് പറഞ്ഞു അല്ലേ? എനിക്കറിയാടി, അവൾ അതേ പറയൂന്ന്. ആ സ്വർണം പോയാല് അവൾക്ക് ചെയ്തൊന്നുമില്ലല്ലോ. കാശി ഞങ്ങളുടെ ഒക്കെ അല്ലേ? ഇപ്പൊ തന്നെ ഡിവോഴ്സ് കിട്ടിയിട്ട് ഇവളിതെങ്ങോട്ട് പോകുന്നു? അതോ ഇത് കഴിഞ്ഞ ഉടനെ അടുത്ത കല്യാണം വല്ലതും ശരിയായിട്ടുണ്ടോ? അല്ലെങ്കിൽ അവക്ക് പുതിയ വല്ല ചുറ്റിക്കളിയും ഉണ്ടോ ഇത് കഴിഞ്ഞ് ഉടനെ അങ്ങോട്ട് പോകാനായിട്ട്? ഫോണിൽ കൂടി അവരുടെ ആ സംസാരം കേട്ടതും ദേഷ്യം കൊണ്ട് സുദേവ് പല്ലുകടിച്ചു. വിഭാവരി കണ്ണുകൾ തുടക്കുന്നത് കണ്ടതോടെ അവൻ ആ ഫോൺ ചിറ്റയുടെ കയ്യിൽ നിന്നും വാങ്ങി കോൾ കട്ട് ചെയ്ത് കളഞ്ഞു. ചിറ്റെ, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. കാര്യം നിങ്ങളുടെ ബന്ധുക്കളൊക്കെ ആയിരിക്കും. പക്ഷെ ഇമ്മാതിരി വർത്താനം പറയുന്നവരെ സഹിച്ചുകൊണ്ട് നിൽക്കേണ്ട കാര്യം വല്ലതും നിങ്ങൾക്കുണ്ടോ? വിഭ എന്തു പറയുന്നു? അവൻ വിഭയ്ക്ക് നേരെ തിരിഞ്ഞു. എനിക്ക് ഡിവോഴ്സ് വേണ്ട മാഷെ, സ്വർണം കിട്ടട്ടെ, എന്നിട്ട് നോക്കാം. വിങ്ങി പൊട്ടി പറയുന്നവളെ നോക്കി സുദേവ് നിസ്സഹായനായി നിന്നു. അല്പം അകലെ നിന്നുകൊണ്ട് കിരണപ്പോൾ വിജയുടെ ഭാവത്തിൽ അവളെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു.
തുടരും. പറയാൻ ഇനിയും അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്തു കൊടുത്ത് കൂടുതൽ ആളുകളിലേക്ക് ഈ കഥ എത്തിക്കണേ. See you soon.